ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് മത്തി വറ്റിച്ചതാണ് കേട്ടോ. മത്തി കൊണ്ട് നമുക്ക് കിഡിലും ടേസ്റ്റുള്ളൊരു വറ്റിച്ചതാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കിഡിലും ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓളെന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ചധികം തന്നെ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയുള്ളിയാണ് ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ വേണ്ട, ചെറിയൊരു കഷ്ണം ഇഞ്ചി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ചതച്ചതാണിത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് വഴണ്ടി കിട്ടണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ ഈ ഒരു റെസിപ്പി സൂപ്പറായിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുന്ന സമയത്ത് ഇതുപോലെ നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതായി വരുന്ന സമയത്ത് ചെറിയൊരു തക്കാളി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി അധികമുള്ള തക്കാളി ആണെങ്കിൽ ഒരു പകുതിയൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ പുളി കുറഞ്ഞ തക്കാളി ആയതുകൊണ്ട് ഒന്ന് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. തക്കാളി കൂടി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടണം കേട്ടോ. കുക്കായതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി കിട്ടണം കേട്ടോ. അപ്പോൾ ആയി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എരിവിനാവശ്യമനുസരിച്ച് കൂട്ടും കുറുക്കുകയും ചെയ്യാം. ഞാനൊരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പച്ചമുളക് മാറി വരുന്ന സമയത്ത് അതിലേക്ക് 2 കഷ്ണം കുടംപുളിയുടെ വെള്ളത്തോട് കൂടിയുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് ഒഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പുളിയൊക്കെ ഇറങ്ങി കിട്ടിക്കോളും. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഗ്രേവി എത്രയാണ് ആവശ്യം അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരുപാട് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഈ ഒരു റെസിപ്പിക്ക് തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒന്ന് ചൂടായ വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ മസാലയ്ക്കൊക്കെ കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു മസാല നല്ല രീതിയിലൊന്ന് തിളച്ച് കിട്ടണം കേട്ടോ. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു ഗ്രേവിയോട് കൂടി തന്നെയാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ തിളച്ച് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് മീൻ വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കാം കേട്ടോ. മത്തി ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ മീൻ ഒരുപാട് ഉടഞ്ഞൊക്കെ പോകും കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് ആ ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രമാണ് ഈ ഒരു ഗ്രേവി ഉള്ളത്. ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ അങ്ങ് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതുപോലെ ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. സ്പൂണ് വെച്ചിട്ട് ഒരിക്കലും ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോൾ മുള്ളും നമ്മളെ മീനൊക്കെ വേറിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കണ്ട. അതുപോലെ ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. നമ്മൾ മീനിട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പാകത്തിനായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുകൾ ഭാഗത്ത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും അടച്ച് വെക്കുകയാണെങ്കിൽ ഈ ഒരു കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ ഫ്ലേവർ നല്ല രീതിയിൽ അങ്ങ് ഇറങ്ങി കിട്ടിക്കോളും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്തോളും. അപ്പോൾ മീനൊക്കെ നമ്മൾ ഒന്ന് പഴകിയതിന് ശേഷമാണ് എടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല. അപ്പോൾ 1 മണിക്കൂറിനെങ്കിലും നമ്മൾ ഇതൊന്നെങ്കിൽ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പുളിയൊക്കെ ഇറങ്ങി കിട്ടിക്കോളും. ഇപ്പോൾ ഞാനിത് അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലൊക്കെ നല്ല രീതിയിൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തുറക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മത്തിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മത്തി ചാള എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്